അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞുകൊടുത്ത വലിയ ഒരു ഉപദേശം എന്താ? وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, മക്കളെ, നിങ്ങൾ രാജകൊട്ടാരത്തിലേക്ക് കടന്നു പോകുമ്പോ നിങ്ങൾ എല്ലാവരും ഒരേ ഒരു വാതിലിലൂടെ കടന്നു പോകരുത്. നിങ്ങൾ എല്ലാവരും ഒരേ ഒരു വാതിലിലൂടെ കടന്നു പോകരുത്. നിങ്ങൾ പല പല വാതിലിലൂടെ വേണം നിങ്ങൾ കൊട്ടാരത്തിന്റെ അകത്ത് പ്രവേശിക്കാൻ. യാക്കൂബ് നബി തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾ രാജകൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ എല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ കടന്നു പോകാതെ മറ്റുള്ള വാതിലുകളിലൂടെ വേണം, എല്ലാവരും വ്യത്യസ്ത വാതിലുകളിലൂടെ വേണം കയറി പോകാൻ എന്ന് യാക്കൂബ് നബി അവിടെ പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്തുകൊണ്ടാണ് യാക്കൂബ് നബി അങ്ങനെ പറഞ്ഞു കൊടുത്തത്? യാക്കൂബ് നബി പറഞ്ഞു കൊടുക്കാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ടവരെ മഹത്തുക്കളെ പഠിപ്പിക്കുകയാ. മഖാഫത്തു ഇസ്ബാത്തിൽ ഐനി, തന്റെ മക്കൾക്ക് കണ്ണ് തട്ടുന്നതിന് മഹാനായ യാക്കൂബ് നബി അവിടെ നിന്ന് ഭയപ്പെട്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം എത്രയാണെന്ന് നമുക്കറിയുമല്ലോ. ഈജിപ്തിലെ രാജകുമാരിയായ പടച്ചവനെ, ഈജിപ്തില് മഹാനായ യൂസുഫ് എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, കൊട്ടാരത്തിന്റെ അകത്തുകൂടെ നടന്നു പോകുമ്പോ കയ്യിലിരിക്കുന്ന കത്തി കൊണ്ട് അറിയാതെ പെണ്ണുങ്ങൾ അവരുടെ കൈവിരലുകൾ പോലും മുറിച്ചു എന്ന് ചരിത്രം പറയുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഗ്ലാമർ ഒന്ന് ചിന്തിച്ചു നോക്കടോ. യൂസുഫ് നബിയുടെ മക്കളെല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ ഒന്നിനു പുറകെ ഒന്നൊന്നായി എല്ലാവരും കൂടെ വാതിലിലൂടെ ഒരേ വാതിലിലൂടെ ഇങ്ങനെ കേറിപ്പോയാ ഏതൊരു മനുഷ്യനും ഒന്ന് നോക്കിപ്പോകുമല്ലോ. അതുകൊണ്ട് യാക്കൂബ് നബി പറയുകയാ, നിങ്ങൾ എല്ലാവരും കൂടെ ഒരേ ഒരു വാതിലിലൂടെ കേറരുത്. പല പല വാതിലുകളിലൂടെ നിങ്ങൾ കേറിപ്പോയാ പടച്ചവനെ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടില്ലല്ലോ. തന്റെ മക്കൾക്ക് കണ്ണ് തട്ടാതിരിക്കാനാണെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ.